എന്തെല്ലാം വിശേഷം? സുഖല്ലേ? നിങ്ങളുടെ സ്ഥലം എവിടെയാ? പഠിക്കുന്ന സ്ഥലം എവിടെയോ? ഫുൽ ഖുർആൻ കോളേജാ? നിങ്ങളെ എല്ലാരും ദ്വാരക്കണക്ക് വേണ്ടി പഠിച്ച ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഓർമ്മ ഉണ്ടോ? എന്തൊക്കെയാണ്? എന്നാ ശരി, നിങ്ങളെല്ലാം ഓർമ്മ ഉണ്ടാവും വിചാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ കാണിച്ചത് നമ്മൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഒരു നേതാവുണ്ടായിരുന്നു, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പ്രമുഖ നേതാവായിരുന്നു. അപ്പോൾ മുന്നണി രാഷ്ട്രീയം ആശയത്തിന് പുറമെ, അതായത് മൂപ്പര് വിമോചന സമരകാലത്ത് ഒരു പ്രധാന മുദ്രാവാക്യം പട്ടം മന്നം ബാഫക്കി തങ്ങൾ, ആർ ശങ്കർ സിന്ദാബാദ്. വിമോചന കാലത്ത് പോലും ബാഫക്കി തങ്ങൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലെ നിർണായക ശക്തിയായി ഉയർത്തുന്നതിൽ തങ്ങളുടെ പങ്ക് വലുതാണ്. അപ്പോൾ ആ തങ്ങളുടെ ഭാര്യയുടെ പേരിലാണ് ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് കാലം കേരളത്തിലെ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു എന്ന് പറയും. അതായത് മദ്രസകൾ രൂപം നൽകാൻ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു ലേഖനം എഴുതുകയും അതിനുശേഷം അത് സംസ്ഥയിൽ എന്ത് ചെയ്യുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അതിനുവേണ്ടി ചുക്കാൻ പിടിക്കുകയും ചെയ്ത ഒരാളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അള്ളാഹു അവരോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടെ ഭാഗ്യം നമുക്ക് നൽകട്ടെ. അവരുടെ ഭാര്യയുടെ കീഴിലാണ്, അതായത് ഭാര്യയുടെ സ്മരണാർത്ഥത്തിൽ തുടങ്ങിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജാണ്. ഒരുപാട് കാലങ്ങളായി അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ വന്നപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ വലിയ പഠിപ്പുള്ള ആളൊന്നുമല്ല, എന്നാലും എന്നെ കൊണ്ടറിയാവുന്നത് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് രാഷ്ട്രീയ ഭേദമന്യേ, സാമൂഹിക ഭേദമന്യേ, മതഭേദമന്യേ നമുക്ക് പറയാൻ പറ്റണം, നമുക്കറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും സത്യം ഉണ്ടാവണം. അപ്പോൾ കുറ്റ്യാടി പോകുന്നവരൊക്കെ, അതായത് കുറ്റ്യാടിയിൽ നിന്ന് വയനാട് കയറുന്നവരൊക്കെ ഈ കുഞ്ഞോം എന്ന സ്ഥലത്ത് ഉൾപ്പെടുന്ന ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് കണ്ടു നോക്കുക. ഒരുപാട് കാഴ്ചകൾ കാണാം. അതുപോലെ ആ ചുറ്റുഭാഗത്തൊക്കെ അതേപോലെ ഇങ്ങനെയുള്ള കോളേജും കാണാം. അപ്പോൾ പലതും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നാളെ തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കുക. അസ്സലാമു അലൈക്കും.